ഹലോ, അപ്പോൾ ഞാൻ കുറേ നാളായാലും ഒരു വീഡിയോ ഇട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇന്നൊരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. അത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ആൾക്ക് ഇങ്ങനത്തെ റെസിപ്പീസാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. ആൾ പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റിന് ചെയ്യാനും ആൾക്ക് പറ്റുന്നത് ഇങ്ങനത്തെ റെസിപ്പീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ ഞാൻ മനുവിനെ ഏൽപ്പിച്ചേക്കാണ്. അതായത് ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ആണെങ്കിൽ മനു ഉണ്ടാക്കണമെങ്കിൽ ബെറ്റർ എന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ച് ഞാനും അതിനകത്ത് അങ്ങനെ ഇൻ്ററപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പാസ്തയുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പാസ്ത നമ്മൾ കുറച്ച് ഒലിവ് ഓയിലും വാട്ടറും കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ അത് സ്ട്രെയിൻ ചെയ്ത് അത് റെഡി ആയി കഴിയുമ്പോഴേക്കും സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ബട്ടറും ഒലിവ് ഓയിലും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഗാർലിക്കും ഒനിയൻസും മഷ്റൂമും കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ സോട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മനുവിൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. മനു ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമാണിത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും കാണിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇത്ര ടേസ്റ്റിലൊക്കെ നമ്മൾ വീട്ടിൽ ഫുഡ് ഇത് ശരിക്കും ഇങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ പിന്നെ നമുക്കത് കാണിച്ചാൽ നല്ലതല്ലേ, അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഗാർലിക്കും ഓണിയൻസും മഷ്റൂംസൊക്കെ സോട്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ മിൻസ്ഡ് ബീഫും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. മിൻസ്ഡ് ബീഫ് യൂസ് ചെയ്യുമ്പോഴേക്കും അതിന് വളരെ കുറവ് കുക്കിംഗ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ റെസിപ്പീസിലൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് മിൻസ്ഡ് ബീഫ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്തോ ഓസ്ട്രേലിയൻ മിൻസ്ഡ് ബീഫ് അങ്ങനെ എന്തോ ഒന്ന് ഇതിൻ്റെ പേര്. പക്ഷേ നമ്മൾ എന്തെടുത്തിട്ട് ഏത് ബീഫാണെങ്കിലും ഇതിന് അത്ര വലിയ ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ആ ഒരു റെഡ് കളറൊക്കെ മാറി നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പാസ്ത നമുക്ക് ആഡ്. അപ്പം പാസ്ത നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചും കൂടി ഓയിൽ പാസ്തയുടെ മുകളിൽ നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. അപ്പോൾ അത് സ്റ്റിക്കി ആവത്തില്ല. ഇനി നമ്മൾ ഈ ഒരു ബീഫിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. പക്ഷെ ഉപ്പ് ആക്ച്വലി നമ്മൾ ഒരു സോസ് ഇടുമ്പോഴത്തേക്കും അത് ബാലൻസ്ഡ് ആയി പോയിക്കോളും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പാസ്ത കുക്ക് ചെയ്തപ്പോൾ കുറച്ച് വാട്ടർ നമ്മൾ അതിൻ്റെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഞാൻ പൊതുവേ എല്ലാ സ്പാഗറ്റിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും അവർ ഈ പാസ്തയുടെ വാട്ടർ നമ്മൾ കുറച്ചിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു പെസ്തോ സോസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം മനുവിനോട് പറയാൻ പറഞ്ഞത്, നമ്മളിത് പാസ്ത എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പെസ്തോൻ്റെ സോസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇതിനകത്ത് ഒരുപാട് ചൂടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതായത് ഒരു ചെറിയൊരു കയ്പ്പിൻ്റെ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമുക്കത് അറിയില്ല അങ്ങനെ വരുമോയെന്ന്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കയ്പ്പായിട്ട്. കാരണം നമ്മൾ അത്രയും ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അത് ചൂടോടെ അങ്ങോട്ട് കഴിക്കാൻ നമുക്ക് കൊതിയായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഫിനിഷ് ആയിപ്പോവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചീസും കുറച്ച് ബേസിൽ ലീവ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റും കൂടി ചെയ്തു. സംഭവം ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Please do subscribe my channel. Okay, thank you, bye.